രണ്ടാഴ്ച മുൻപ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനത്തിന് സംഭവിച്ച ആ ഒരു ദുരന്തം ഇന്നും നമ്മുടെ മനസ്സുകളിലുണ്ട്. ആ നോവുണർത്തുന്ന ഓർമ്മകളും അതുപോലെ തന്നെ ആ കാഴ്ചകളും എല്ലാം വിമാനയാത്രയ്ക്ക് ഇറങ്ങുന്ന ഓരോരുത്തരുടെ മനസ്സുകളിൽ ഇപ്പോഴും കടന്നു പോകാറുണ്ട്. അത്തരത്തിലാണ് ഇപ്പോഴിതാ ആ ഒരു സംഭവത്തിന് പിന്നാലെ വിമാനയാത്രയ്ക്കിടെ ഉണ്ടായ ഒരു ഞെട്ടിക്കുന്ന അപകടത്തിന്റെ വിവരങ്ങളാണ് നടൻ ആന്റണി പെപ്പെ വർഗീസ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. താൻ അനുഭവിച്ച ആ ഒരു മാനസിക അവസ്ഥയും ഒക്കെ തന്നെയാണ് അദ്ദേഹം ഈ ഒരു കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. നടന്റെ കുറിപ്പ് ഇങ്ങനെ: ഇന്നലെ സംഭവിച്ചതിന്റെ ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ല. അയാം ഗെയിമിങ്ങിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷം ഹൈദരാബാദിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന ഇൻഡിഗോ RE6707 വിമാനത്തിലായിരുന്നു ഞാൻ. ഒരു പതിവ് വിമാനയാത്ര എങ്ങനെയോ സിനിമയിൽ നിന്ന് നേരിട്ട് വന്നു എന്ന പോലത്തെ ഒരു അനുഭവമായി മാറി. കൊച്ചി എത്താറായതും കാലാവസ്ഥ മോശമായി. റൺവേയിൽ നിന്ന് ഏതാനും അടി ഉയരത്തിൽ വെച്ച് ആദ്യത്തെ ലാൻഡിംഗ് ശ്രമം തടസ്സപ്പെട്ടു. രണ്ടാമത്തെ ശ്രമം കൂടുതൽ തീവ്രമായിരുന്നു. ഏതാണ്ട് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ആ ഒരു ശ്രമം ദുഷ്കരമായിരിക്കുന്നു എന്ന് തോന്നി. ഉടൻ ആ വനിതാ പൈലറ്റ് ഒരു നിമിഷം കൊണ്ട് മുകളിലേക്ക് പറക്കാനും ലാൻഡ് ചെയ്യാതിരിക്കാനും തീരുമാനിച്ചു. റൺവേയിൽ പോലും തൊടാതെ അവർ വിമാനം വീണ്ടും ആകാശത്തേക്ക് ഉയർത്തി. അവിശ്വസനീയമായ ശാന്തതയോടും വ്യക്തതയോടും കൂടി ഇന്ധനം നിറയ്ക്കുന്നതിനായി വനിതാ പൈലറ്റ് വിമാനം കോയമ്പത്തൂരിലേക്ക് തിരിച്ചുവിട്ടു. ക്യാബിനിലെ പിരിമുറുക്കം എത്രമാത്രം ഉണ്ടാകുമെന്ന് മനസ്സിലായി കാണും. യാത്രികർ പരിഭ്രാന്തരായി വിറച്ചു. എന്നാൽ സ്ത്രീകളെ ഉൾപ്പെടുന്ന ജീവനക്കാർ സാഹചര്യം കൈകാര്യം ചെയ്ത രീതി പ്രചോദനാത്മകമായിരുന്നു. തുടർന്ന് കോയമ്പത്തൂരിലെത്തി ഇന്ധനം നിറച്ച വിമാനം തിരിച്ചു കൊച്ചിയിൽ തന്നെ ലാൻഡ് ചെയ്തു. ആശങ്കകൾക്കും ഭയചകിതരായ നിമിഷങ്ങൾക്കും ഒടുവിൽ ഭൂമിയിലിറങ്ങിയ നിമിഷം സ്വർഗം തൊട്ട സന്തോഷമായിരുന്നു യാത്രക്കാർക്ക്. ഇതോടെ കയ്യടികളോടെയാണ് ആന്റണി പെപ്പെ വർഗീസ് അടക്കമുള്ളവർ യാത്രക്കാർ വനിതാ പൈലറ്റിനെയും ജീവനക്കാരെയും അഭിനന്ദിച്ചത്. ലണ്ടനിൽ വിമാനം ഇറങ്ങാമെന്നുള്ള പ്രതീക്ഷയുമായിട്ട് എയർ ഇന്ത്യ വിമാനത്തിൽ പറന്നവരിൽ ഒരാൾ ഒഴികെ ബാക്കി 241 യാത്രക്കാരും ഒരു ഓർമ്മയായി മാറിയ അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ നടുക്കം ഇനിയും വിട്ടുമാറിയിട്ടില്ല. എമർജൻസി വിൻഡോയിലൂടെ രക്ഷാമാർഗം തെളിഞ്ഞു വന്ന ഒരാൾ മാത്രം ഇന്നും ആ ഒരു ദുരന്തത്തിന്റെ ശേഷിപ്പായി അവശേഷിക്കുകയാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ആകാശ പറക്കലിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കുന്ന ഓരോ യാത്രികർക്കും ഉണ്ടാകും ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു നടുക്കം. അതിനിടെയാണ് താനും സഹയാത്രികരും അടങ്ങുന്ന മറ്റൊരു വിമാനയാത്രക്കിടെ അപകടത്തിൽ നിന്ന് തലനാഴികയ്ക്ക് രക്ഷപ്പെട്ട നടൻ ആന്റണി വർഗീസ് പെപ്പെ തന്റെ അനുഭവം പങ്കുവച്ചിരിക്കുന്നത്. പൈലറ്റ് ഉൾപ്പെടുന്ന ക്രൂ അംഗങ്ങളുടെ സംയോജിതമായിട്ടുള്ള ഇടപെടൽ മൂലം നിരവധി പേർക്കാണ് ജീവിതവും ജീവനും സുരക്ഷിതമായിട്ട് മാറുകയായിരുന്നു.